ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൗഡ് ബിഗ് ബ്രദേഴ്സ് എന്നുള്ള സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഇറ്റ് വാസ് എ ബിസി ടൈം അറ്റ് ഡാനിയൽസ് ഹോം. Daniel, who was 5 years old, had a baby sister 2 months ago. Daniel was very happy and proud of little Olivia. His parents suddenly were very busy and were always tired. ഡാനിയലിൻ്റെ വീട്ടിൽ തിരക്കേറിയ സമയമായിരുന്നു. ഡാനിയൽ എന്ന് പറയുന്നത് 5 വയസ്സായ കുട്ടിയാണ്. അവൻക്ക് 2 മാസം മുമ്പ് ഒരു കുഞ്ഞു സഹോദരി ജനിച്ചു. ഡാനിയൽ കൊച്ചു ഒലീവിയെക്കുറിച്ച് വളരെ സന്തോഷവാനും അഭിമാനവാനുമായിരുന്നു. അവൻ്റെ മാതാപിതാക്കൾ പെട്ടെന്ന് വളരെ തിരക്കിലായി, എപ്പോഴും ക്ഷീണിതരായിരുന്നു. When baby Olivia cried, Daniel wanted to help. He was her big brother. But mom and dad would run to help her. They didn't even notice Daniel. പിന്നെ ഒലീവിയ കരഞ്ഞപ്പോൾ ഡാനിയൽ സഹായിക്കാൻ ആഗ്രഹിച്ചു. അവൻ അവളുടെ മൂത്ത സഹോദരനായിരുന്നു. പക്ഷെ അമ്മയും അച്ഛനും അവളെ സഹായിക്കാൻ ഓടിയെത്തും. അവർ ഡാനിയെ ശ്രദ്ധിച്ചത് പോലുമില്ല. It was worse when she wasn't crying. If Olivia smiled or even burped, mom and dad would say, "Isn't she cute?" കരയാതിരുന്നപ്പോൾ അത് കൂടുതൽ മോശമായിരുന്നു. ഒലീവിയ പുഞ്ചിരിച്ചാലും പൊട്ടിച്ചിരിച്ചാലും അമ്മയും അച്ഛനും പറയും, അവൾ സുന്ദരിയല്ലേ. Daniel would think, "Hey, what about me?" Daniel had not expected it to be this way. ഡാനിയൽ ഇങ്ങനെ ചിന്തിക്കും, ഹേ, എനിക്ക് എന്തു പറ്റി? ഡാനിയൽ ഇങ്ങനെ ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. He thought they would play together. Daniel thought his mom and dad would be proud of him because he loved his baby sister. Instead, they forgot he was around. അവർ ഒരുമിച്ച് കളിക്കുമെന്ന് അവൻ കരുതി. ഡാനിയലും തൻ്റെ അമ്മയും അച്ഛനും തൻ്റെ കുഞ്ഞു സഹോദരിയെ സ്നേഹിക്കുന്നതിനാൽ തന്നെ-കുറിച്ച് അഭിമാനിക്കുമെന്ന് അവൻ കരുതി. പകരം അവൻ ചുറ്റുമുണ്ടെന്ന് അവർ മറന്നു. Sometimes Daniel just sat and felt sad. Being a big brother was not fun at all. In fact, it was lonely. ചിലപ്പോഴൊക്കെ ഡാനിയൽ വെറുതെ ഇരുന്ന് സങ്കടപ്പെട്ടു. ഒരു മൂത്ത സഹോദരൻ ആകുന്നത് ഒട്ടും നല്ലതല്ല. വാസ്തവത്തിൽ അത് ഏകാന്തതയായിരുന്നു. That's what Daniel was thinking when the doorbell rang. At first, he was excited because it was Grandma. Then he thought, she's just coming to see Olivia. Great. ഡോർബെൽ അടിച്ചപ്പോൾ ഡാനിയൽ ചിന്തിച്ചത് അതാണ്. ആദ്യം അത് മുത്തശ്ശി ആയതിനാൽ അവൻ ആവേശഭരിതനായി. പിന്നെ അവൻ ചിന്തിച്ചു, മുത്തശ്ശി ഒലിവിയെ കാണാൻ വന്നതായിരിക്കും, കൊള്ളാം. But Grandma surprised Daniel. She did not go see Olivia. Instead, she said, "Hi, Daniel. I have been looking forward to see you all day." You have? Daniel asked. പക്ഷേ മുത്തശ്ശി ഡാനിയലിനെ അത്ഭുതപ്പെടുത്തി. അവൾ ഒലിവിയെ കാണാൻ പോയില്ല. പകരം അവൾ പറഞ്ഞു, ഹായ് ഡാനിയൽ, നിന്നെ കാണാൻ ഞാൻ ദിവസം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു.
ഡാനിയൽ ചോദിച്ചു, യു ഹാവ്. യു ഹാവ് പറഞ്ഞാൽ ഉണ്ടോ അല്ലെങ്കിൽ ആണോ എന്നുള്ള പദത്തിലാണ് ഇവിടെ യു ഹാവ് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ഐ ഷുവർ ഹാവ്, ഗ്രാൻഡ്മാ സെഡ് വിത്ത് എ സ്മൈൽ. ഹെൽപ്പ് മീ വിത്ത് മൈ ബാഗ്സ്. വൺസ് ഐ പുട്ട് അവേ മൈ തിങ്സ്, ലെറ്റ്സ് റൈഡ് അവർ ബൈക്സ് ടു ദി പാർക്ക്. തീർച്ചയായും, മുത്തശ്ശി പുഞ്ചിരിയോടെ പറഞ്ഞു. എൻ്റെ ബാഗുകൾ എടുക്കാൻ സഹായിക്കൂ. ഞാൻ എൻ്റെ സാധനങ്ങൾ മാറ്റിവെച്ച ശേഷം നമുക്ക് സൈക്കിളിൽ പാർക്കിലോട്ട് പോകാം. Daniel grabbed Grandma's bag and luggage them to her room. Soon they were on their way to the park. At the park, Grandma and Daniel had bike rides and played on the swings. They spent the next day building a fantastic castle at the beach. ഡാനിയൽ മുത്തശ്ശിയുടെ ബാഗുകൾ എടുത്ത് മുറിയിലേക്ക് കൊണ്ടുപോയി. താമസിയാതെ അവർ പാർക്കിലേക്ക് പോയി. പാർക്കിൽ മുത്തശ്ശിയും ഡാനിയലും ബൈക്ക് റൈസുകൾ നടത്തി. ഊഞ്ഞാലിൽ കളിച്ചു. പിറ്റേന്ന് അവർ കടൽ തീരത്ത് ഒരു മനോഹരമായ കൊട്ടാരം പണിയാൻ ചെലവഴിച്ചു. That little sister of yours is very lucky, Grandma said. Somebody you will show her how to do many fun things. Daniel said, I don't think so, Grandma. നിന്റെ കൊച്ചു സഹോദരി വളരെ ഭാഗ്യവതിയാണ്, മുത്തശ്ശി പറഞ്ഞു. ഒരു ദിവസം നീ അവൾക്ക് രസകരമായ നിരവധി കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കും. ഡാനിയൽ പറഞ്ഞു, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല മുത്തശ്ശി. ഷുവർ യു വിൽ, സെഡ് ഗ്രാൻഡ്മ. യു വിൽ ടീച്ച് ഹെർ ഹൗ ടു റൈഡ് എ ബൈക്ക്, ഹൗ ടു സ്വിംഗ് ആൻഡ് ഹൗ ടു ബിൽഡ് എ സാൻഡ് കാസ്റ്റിൽ ദാറ്റ് എ പ്രിൻസ് വുഡ് ലവ്. തീർച്ചയായും, മുത്തശ്ശി പറഞ്ഞു. നീ അവളെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കണം, ഊഞ്ഞാലാടാൻ പഠിപ്പിക്കണം, പിന്നെ ഒരു രാജകുമാരി ഇഷ്ടപ്പെടുന്ന ഒരു മണൽ കൊട്ടാരത്തെ എങ്ങനെ നിർമ്മിക്കാമെന്ന് പഠിപ്പിക്കും. Well, Olivia is a princess, said Daniel, frowning. At least mom and dad treat her like a princess. ഒലീവിയ ഒരു രാജകുമാരിയാണ്, ഡാനിയൽ നെറ്റി ചുളിച്ച് പറഞ്ഞു. ഫ്രോണിംഗ് എന്ന് പറഞ്ഞാൽ നെറ്റി ചുളിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് അവിടെ വരുന്നത്. നെറ്റി ചുളിച്ച് പറഞ്ഞു. അച്ഛനും അമ്മയും ഒക്കെ അവളെ ഒരു രാജകുമാരിയെ പോലെയാണ് പരിഗണിക്കുന്നത്. Oh, really? said Grandma. And how do they treat Olivia, big brother? ഹോ, ശരിക്കും, മുത്തശ്ശി പറഞ്ഞു. അതിരിക്കട്ടെ, ഒലീവയുടെ മൂത്ത സഹോദരനോട് അവർ എങ്ങനെയാണ് പെരുമാറുന്നത്? ലൈക്ക് ഐ ആം നോട്ട് അറൗണ്ട്, ഡാനിയൽ said with a sigh. Grandma nodded. I remember at this park last summer I asked you to be careful on the swings. You said, Grandma, please don't treat me like a baby. ഞാൻ അടുത്തില്ലാത്തതുപോലെയാണ്, ഡാനിയൽ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. മുത്തശ്ശി തലയാട്ടി. കഴിഞ്ഞ വേനൽക്കാലത്ത് ഈ പാർക്കിൽ വെച്ച് ഞാൻ നിന്നോട് ഊഞ്ഞാലാടുമ്പോൾ ശ്രദ്ധിക്കാൻ പറഞ്ഞതായി ഓർമ്മയുണ്ടോ? അപ്പൊ നീ എന്നോട് എന്താ പറഞ്ഞത്? ദയവായി എന്നെ ഒരു കുഞ്ഞിനെ പോലെ പരിഗണിക്കരുത്. Daniel remembered that too. Mom and Dad treat Olivia in a special way, said Grandma. They treat her like a baby. They treat you in special way too, like a big brother who doesn't need a lot of their help now and who will help take care of Olivia. ഡാനിയേലും അത് ഓർത്തു. അമ്മയും അച്ഛനും ഒലീവിയോട് ഒരു പ്രത്യേക രീതിയിലാണ് പെരുമാറുന്നത്. മുത്തശ്ശി പറഞ്ഞു, അവർ അവളെ ഒരു കുഞ്ഞിനെ പോലെയാണ് പരിഗണിക്കുന്നത്. അവർ നിന്നോടും ഒരു പ്രത്യേക രീതിയിലാണ് പെരുമാറുന്നത്. ഇപ്പോൾ അവരുടെ സഹായം അധികം ആവശ്യമില്ലാത്ത ഒരു മൂത്ത സഹോദരനെ പോലെ ഒലീവിയയെ പരിപാലിക്കാൻ ആരാണ് സഹായിക്കുക? Someday, Grandma continued,
Olivia will treat you in a special way to like her big brother, her hero. She will asked ഡാനിയൽ. മുത്തശ്ശി തുടർന്നു, ഒലീവിയയും നിന്നോട് ഒരു പ്രത്യേക രീതിയിൽ പെരുമാറും, അവളുടെ മൂത്ത സഹോദരനെ പോലെ, അവളുടെ ഹീറോയെ പോലെ. അപ്പൊ ഡാനിയൽ ചോദിച്ചു, അവൾ ചെയ്യുമോ? Can we go home now? Daniel asked. I have to tell Olivia about the things I will teach her. After Daniel reached home, he washed up and sat next to Olivia's crib and waved at her. Olivia looked at him and cooed with delight. He was overjoyed. Dad ruffled Daniel's hair and Mom hugged Daniel. നമുക്ക് വീട്ടിലേക്ക് പോയാലോ? ഡാനിയൽ ചോദിച്ചു. എനിക്ക് ഒലിവിയോട് കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. വീട്ടിലെത്തിയ ശേഷം കൈകൾ കഴുകി ഒലിവിയയുടെ അടുത്ത് ഇരുന്നു. അവൾക്ക് നേരെ കൈ വീശി അവനെ നോക്കി സന്തോഷത്തോടെ കരഞ്ഞു. അവൻ അതിയായി സന്തോഷിച്ചു. അച്ഛൻ ഡാനിയലിന്റെ മുടിയിൽ മെല്ലെ തലോടി. അമ്മ ഡാനിയലിനെ കെട്ടിപ്പിടിച്ചു.